السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه في كل لم وعلى آله وصحبه وعلى صحابته وجميع المسلمين والمسلمات. ഇനി വഖഫ് ചെയ്യുന്ന ആളുടെ അധികാരം ആ ഭൂമിയിൽ നഷ്ടപ്പെടുമെങ്കിലും അതിനു വേണ്ടി ഒരു നാളിറിനെ, ഒരു നോട്ടക്കാരനെ, മേൽനോട്ടക്കാരനെ നിയമിക്കൽ സുന്നത്താണ്. നിയമിച്ചാൽ അയാൾക്കായിരിക്കും അത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം. കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോൾ നിർമ്മിക്കേണ്ടത് നിർമ്മിക്കുക, വാടക കൊടുക്കുക, വരുമാനം കൂട്ടുക, വരുമാനം സൂക്ഷിക്കുക, അത് ഓഹരി ചെയ്യുക, സ്ഥാപനമൊക്കെ ആണെങ്കിൽ അവിടുത്തെ ജീവനക്കാരെ നിയമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വലവ് ഷറത്ത വാഖിഫുൻ ലഹു, ഒരു വഖഫ് സ്വത്തിൻ്റെ മേൽനോട്ടം ലഹു അവന് സ്വന്തമായിരിക്കും എന്ന് നിബന്ധന വെച്ചാൽ ഔലിയായാലും വേറെ ആർക്ക എങ്ങനെയായാലും ഉത്തുബിയ, ആ ഷർത്ത്, ആ നിബന്ധന പാലിക്കപ്പെടേണ്ടതാണ്. കസായിരി ശുറൂത്തി, മറ്റ് ഷർത്തുകളൊക്കെ പോലെ തന്നെ വഖഫിൻ്റെ നദർ എന്ന് മാത്രമല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഷർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന വിഭാഗത്തിനായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പെട്ടു. പിന്നെന്ത് വേണം? ഖബൂലു മൻ ശുരിത ലഹു നദറു കഖബൂലിൽ വക്കീൽ അലൽ ഔജഹി. ആർക്കാണോ മേൽനോട്ടം പറഞ്ഞത് അയാളത് സ്വീകരിക്കുക എന്നുള്ളതും നിർബന്ധമാണ്. ഇതുപോലെ വക്കീൽ സ്വീകരിക്കും പോലെ, ഞാൻ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരാളെ വക്കാലത്താക്കിയാൽ, ഞാൻ ആ പറമ്പ് കച്ചവടമാക്കാൻ വേണ്ടി സെയ്ദിനെ വക്കാലത്താക്കി എന്ന് പറഞ്ഞതൊരു വക്കാലത്താവില്ലല്ലോ, വക്കീൽ സ്വീകരിക്കണ്ടേ? എന്നതുപോലെ ഞാൻ ഈ ഭൂമി അഹ്ലു ബൈത്തിന് വഖഫ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ മേൽനോട്ടം മുഹമ്മദ് സാഹിബിനാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മുഹമ്മദ് സാഹിബ് സ്വീകരിക്കും വേണം. ഖബൂലു മൻ ശുരിത ലഹു നദർ, മേൽനോട്ടം ആർക്ക് വേണ്ടിയാണോ വെച്ചത് അയാൾ സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇതുപോലെ വക്കീലിൻ്റെ ഖബൂല് പോലെ അലൽ ഔജഹി വലൈസ ലഹു അസ്ലു മൻ ശുരിത നദറുഹു അലൽ വഖഫി വലൗ. അങ്ങനെ ഒരാളെ വഖഫ് ചെയ്യുമ്പോൾ നിയമിച്ചാൽ, വഖഫ് ചെയ്യുമ്പോൾ കേട്ടോ, വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരാളെ മേൽനോട്ടത്തിന് നിയമിച്ചു കഴിഞ്ഞാൽ അയാളെ പിന്നെ പിരിച്ചിടാൻ പറ്റില്ല. പിന്നെ അയാൾക്ക് തന്നെയാണ് അധികാരം. വലൈസ ലഹു, അവനില്ല കേട്ടോ, അസ്ലുമൻ, ഒരാളെ പിരിച്ചുവിടൽ, ശുരിത നദറുഹു, അയാൾക്ക് മേൽനോട്ടമുണ്ടാകുമെന്ന് നിബന്ധന പറഞ്ഞു. ഹാനൽ വഖഫ്, വഖഫിൻ്റെ സന്ദർഭത്തിൽ അങ്ങനെയുള്ള വ്യക്തിയെ വലൂലി മസ്ലഹത്തിന്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും, ഒരു ഉപകാരത്തിൻ്റെ നേട്ടത്തിൻ്റെ പേരിലാണെങ്കിലും, നന്മ കണ്ടിട്ടാണെങ്കിൽ പോലും പിരിച്ചിടാൻ പറ്റില്ല. ഈ ഭൂമി ഞാൻ മദ്രസയ്ക്ക് വഖഫ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ മേൽനോട്ടക്കാരൻ മുഹമ്മദ് സാഹിബായിരിക്കും എന്ന് പറഞ്ഞാൽ ആ മുഹമ്മദ് സാഹിബിനെ പിരിച്ചിടാൻ പറ്റില്ല. ഇല്ല, ഇനി മേൽനോട്ടമൊന്നും പറഞ്ഞില്ല, ഈ ഭൂമി പള്ളിക്ക് വഖഫ് ചെയ്തു പറഞ്ഞപ്പോൾ പിന്നെ പള്ളിൻ്റെ മേൽനോട്ടക്കാരനാരാ? കമ്മിറ്റിയാണോ? ഉസ്താദാണോ? വഇല്ലം ഇഷ്റത്തിലെ അഹദിൻ നദർ, ഒരാൾക്കും നിബന്ധന വെച്ചിട്ടില്ലെങ്കിൽ ഫഹുഅലി ഖാദിൻ, മേൽനോട്ടം ഖാദിക്കാണ്. ഏത് ഖാദി? വഖഫ് ചെയ്ത ആളെ നാട്ടിലെ ഖാദിന്നോ ഭൂമിൻ്റെ നാട്ടിലെ ഖാദിന്നോ? നോക്കുക, ഖാദി ബലദിൽ മൗഖൂഫി, വഖഫ് ചെയ്യപ്പെട്ട വസ്തുവിൻ്റെ നാട്ടിലെ ഖാദിക്ക് അയാൾക്കും മേൽനോട്ടമുണ്ട്. ബിനിസ്ബത്തിൽ ഹിഫ്ളിഹി, അതിനെ സംരക്ഷിക്കുക പോലെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ, വൈജാറത്തിഹി, വാടക കൊടുക്കുക എന്നുള്ളതും. പിന്നെ ആർക്കാണ് ഖാദി ബലദിൽ മൗഖൂഫി അലൈഹി, ഏത് വിഭാഗത്തിൻ്റെ മേലിലാണോ വഖഫ് ചെയ്തത് ആ നാട്ടിലെ ഖാദിക്കാണ് അതിൻ്റെ നദർ ബിനിസ്ബത്തിൽ മാദാലിക്ക, അതല്ലാത്ത മറ്റ് കാര്യങ്ങളിലേക്ക് ചേർക്കുമ്പോൾ രണ്ട് ഖാദിമാർക്ക് വഖഫ് ഭൂമി, വഖഫ് സാധനം എവിടെയാണോ കിടക്കുന്നത് ആ നാട്ടിലെ ഖാദിക്ക് അത് സംരക്ഷിക്കാനും, ആ വഖഫ് ഭൂമി ആർക്കാണോ, ഇപ്പോൾ എത്തിയും കുട്ടികൾ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ പള്ളി ദർസ് എന്നാണെങ്കിൽ, ആ മൗഖൂഫ് അലൈഹി എവിടെയാണോ ഉള്ളത്
ആ ഖാദിക്കുമാണ് മറ്റുള്ള കാര്യങ്ങളുടെ കാര്യത്തിലേക്ക് പൈസ വിനിയോഗിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ രണ്ട് നാട്ടിലുണ്ടാവില്ലേ. ഇപ്പം എൻ്റെ നാട്ടിലെ ഭൂമി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്വന്തം നാട്ടിലെ ഭൂമി ഞാൻ കണ്ണൂരുള്ള ഒരു സ്ഥാപനത്തിന് വഖഫ് ചെയ്താലേ, ഭൂമിയുള്ള നാട്ടിലുള്ള ഖാദിക്കാണ് ഭൂമിൻ്റെ സംരക്ഷണം. അതേസമയത്ത് എൻ്റെ വരുമാനം കിട്ടുന്നത് കണ്ണൂരുള്ള സ്ഥാപനത്തിനാണെങ്കിൽ അവിടുത്തെ ഖാദിക്കാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അധികാരം. ഓക്കെ, സംരക്ഷിക്കലും വാടക കൊടുക്കലും ഒരാൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിയമനം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വേറെ ഒരാൾക്ക്. ഖാദി വലതിൽ മൗഖൂഫ് ബിന്നിസ്മത്തി ലിമാ അദാദാലിക്ക്, ഇതല്ലാത്ത കാര്യങ്ങൾ നോക്കുമ്പോൾ, അദാദാലിക്കാണ് അതല്ലാത്തതിലേക്ക് നോക്കുമ്പോൾ, ബിന്നിസ്ബത്തി എന്നാൽ അല്ലാത്ത കാര്യങ്ങളെ പരിഗണിച്ചിട്ട് അപേക്ഷിച്ചിട്ട്, അലൽ മദ്ഹബ്, അതാണ് പ്രബലമായ പ്രായം. എന്താണ് ഖാദിക്ക എന്ന് പറയാൻ കാരണം? ലിഅന്നഹു സാഹിബുൻ നദിരില്ലാമി, കാരണം അയാളാണ് പൊതു മേൽനോട്ടക്കാരൻ. ഫക്കാന ഔലാമിൻ ഗൈരി, അപ്പോൾ അയാളാണ് മറ്റുള്ളവരേക്കാൾ അർഹൻ. പൊതു മേൽനോട്ടക്കാരൻ എന്നത് ഖാദിയുടെ അധികാരമാണ്. നമ്മുടെ നാട്ടിലെ ഖാദിക്ക് അധികാരമില്ലായി ഒന്നുമില്ല, നല്ല അധികാരമുണ്ട്. വലോ വാക്കിഫനോ മൗഖൂഫനാണ്. ചിലപ്പോൾ ഖാദി ആരെന്നായിരിക്കും, വഖഫ് ചെയ്ത ആളെന്നായിരിക്കും, അല്ലെങ്കിൽ വഖഫ് മൗഖൂഫ് അലൈഹി ആയിരിക്കും. എങ്ങനെയായാലും ഖാദിക്കാണ് അധികാരം. ചിലപ്പോൾ ഖാദി തന്നെ വഖഫ് ചെയ്യൂലേ, അപ്പോൾ അതിൻ്റെ മേൽനോട്ടാർക്ക് തന്നെ ഖാദിക്ക് തന്നെ ആയിരിക്കും. ഒരു കൂട്ടർ പറയുന്നുണ്ട്, പ്രത്യേക നിബന്ധന മേൽനോട്ടത്തിന് ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടമുള്ളത് വഖഫ് ചെയ്ത വ്യക്തിക്കും അയാളെ സന്താനങ്ങൾക്കുമാണ് എന്ന് ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. അത് ദുർബലമായ അഭിപ്രായമാണ് എന്നാണ് പറയുന്നത്. ജസ്മുൽ ഖവാരിസിമി, ഇമാം ഖവാരിസമി ഉറപ്പിച്ച് പറഞ്ഞത് എന്ത്? ബി സുബൂത്തിഹി ലിൽ വാഖിഫി വദുർരിയതി, അതിൻ്റെ മേൽനോട്ടം വഖഫ് ചെയ്തയാൾക്കും അയാളുടെ സന്താനങ്ങൾക്കുമാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. ബിലാ ഷർത്തിൻ, ഒരു ഷർത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു പ്രത്യേകം ഒരാളെ ഷർത്ത് വെച്ച് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടം ഖാദിക്കല്ല വാഖിഫിനായിരിക്കുമെന്ന് പറഞ്ഞത് ലഈഫുൻ, ദുർബലമായ അഭിപ്രായം ആകുന്നു. ഇനി ഇവിടെ മറ്റൊരു മസല പറയാണ്. സാധാരണ വഖഫിൻ്റെ മേൽനോട്ടക്കാർക്ക് ഒരു വിഹിതം ഉണ്ടാകും. അത് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം വാഖിഫ് നിശ്ചയിച്ചിട്ടുണ്ടാകും അല്ലേ. അല്ലാതെ ഇയാൾക്ക് കാലാകാലം ഇങ്ങനെ സൗജന്യമായിട്ട് നോക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഈ മേൽനോട്ടക്കാരൻ ഖാദിയാകുമ്പം ആ നിശ്ചയിക്കപ്പെട്ട പ്രതിഫലം വാങ്ങാൻ പറ്റുമോ ഇല്ലേന്നാ. വഖഫ് ചെയ്തു, പള്ളിക്ക് വഖഫ് ചെയ്തു, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആൾക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം ഉണ്ടല്ലോ, ആ ഒരു പ്രതിഫലം, അത് ഖാദി ആണെങ്കിൽ കിട്ടുമോ അതിൻ്റെ മേൽനോട്ടക്കാരൻ? ഖാദി അല്ലെങ്കിൽ കിട്ടും. ഖാദി അല്ലാത്ത ഒരാളെയാണ് വാഖിഫ് നാദിറായിട്ട് വെച്ചതെങ്കിൽ അയാൾക്ക് എന്താണോ പ്രതിഫലമായിട്ട് നിശ്ചയിച്ചതൊക്കെ കിട്ടും. ആ സ്ഥാനത്ത് ഖാദി ആണെങ്കിൽ കിട്ടുമോ? അതിൻ്റെ പരിഹാരം എങ്ങനെയാണ് പറയുന്നത്? ഖാദിക്ക് വേറെ ജീവിക്കാനുള്ള മാർഗ്ഗം ഉണ്ടെങ്കിൽ വാങ്ങാൻ പറ്റില്ല. വേറെ ജീവിക്കാനുള്ള മാർഗ്ഗമൊന്നും ഇല്ലെങ്കിൽ ഈ വഖഫ് സാധനം കൈകാര്യം ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിൽ അയാൾക്ക് പ്രതിഫലം വാങ്ങാം. ഖാല സുബ്കിയോ, ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി പറഞ്ഞു, തഖിയുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി, ലൈസ ലിൽ ഖാദി, ഖാദിക്ക് അനുവദനീയമല്ല അഖ്ദു മാ ശുരിത ലിന്നാദിരി, മേൽനോട്ടക്കാരന് നിശ്ചയിക്കപ്പെട്ട, നിർണയിക്കപ്പെട്ട, നിബന്ധന പറഞ്ഞ് നൽകപ്പെട്ട പ്രതിഫലം വാങ്ങാൻ പറ്റില്ല. ഇല്ല ഇൻ സ്വറഹൽ വാഖിഫു മിൻ അദ്രിഹി, വഖഫിൻ്റെ മേൽനോട്ടക്കാരൻ ഖാദിയായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ. വാഖിഫ് വ്യക്തമാക്കണം എന്ത്? ബിൻ അദ്രിഹി, ഖാദിക്ക് മേൽനോട്ടമുണ്ടാകും എന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ, ആക്കിയാൽ ഒഴികെ. കമാ അന്നഹു ലൈസ, ഇതുപോലെ ഖാദി എന്ന മേൽനോട്ടക്കാരനാകണമെന്ന് വ്യക്തമാക്കിയാൽ ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ആ പ്രതിഫലം വാങ്ങാം. ശുക്രാൻ, അൽഹംദുലില്ലാഹ്. ഇതിനൊരു ഉദാഹരണം, ഈ സക്കാത്ത് ഇസ്ലാമിക ഭരണാധികാരികളുള്ളടത്ത് അല്ലെങ്കിൽ ഖാദിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുക? സക്കാത്ത് പിരിക്കാം. അപ്പം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സക്കാത്ത് പിരിക്കുന്നവർക്ക് സക്കാത്തിന് ഒരു വിഹിതം ഉണ്ടല്ലോ, ആമിൽ പറഞ്ഞേ,
അയാൾക്ക് എടുക്കാൻ പറ്റില്ല, ഖാദിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അയാളെ കൈകാര്യം ചെയ്യുന്ന ആളാകുമ്പോൾ അയാൾ തന്നെ പിന്നെ അതിൻ്റെ പങ്ക് പറ്റുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ വരില്ലേ. അതുപോലെയാണ് വഖഫിൻ്റെ മേൽനോട്ടം ഖാദിക്ക് വന്നാൽ ഖാദി എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മേൽനോട്ടക്കാരൻ നിശ്ചയിച്ച പ്രതിഫലവും ശമ്പളവും വാങ്ങാൻ പറ്റില്ല. ഖാദിൻ്റെ കയ്യെപ്പോഴും ശുദ്ധമായിരിക്കണം. കമാ അന്നഹു ലൈസലഹു, ഖാദിക്കില്ലല്ലോ അഖദു ശൈഇൻ മിൻ സഹ്മി ആമിലി സക്കാത്തി, സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർക്ക് നിശ്ചയിക്കപ്പെട്ട 8 വിഹിതങ്ങളിൽ നിന്നൊരു വിഹിതത്തിന് ഒന്നും വാങ്ങാൻ പറ്റില്ലല്ലോ എന്നാണ് ഇമാം സുബ്ക്കി തങ്ങൾ പറയുന്നത്. മകൻ പറയാണ്, ബഹുമാനപ്പെട്ടവരുടെ മകൻ താജുദ്ദീൻ സുബ്ക്കി റഹ്മത്തുള്ളാഹി പറയാണ്, ഖാലിബിനുഹു താജ്, താജാന താജുദ്ദീൻ സുബ്ക്കി റഹ്മത്തുള്ളാഹി പറഞ്ഞു, മഹല്ലുഹു, ഒന്നും എടുക്കാൻ പറ്റൂല എന്ന് വാപ്പ പറഞ്ഞത് സ്ഥലം ഫീ ഖാദിൻ, ഒരു ഖാദിയുടെ കാര്യത്തിലാണ്, ലഹു ഖദുർ കിഫായത്തിഹി, അയാൾക്ക് ആവശ്യമായ അളവ് ലഭിക്കുന്നുണ്ട്, പൊതുഖജനാവിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനത്തെ ഖാദിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇരട്ടി ശമ്പളം പറ്റില്ല, അറിയില്ലേ, അതാണ്. അപ്പം എന്തേ പറഞ്ഞപ്പോൾ വഖഫിൻ്റെ മേൽനോട്ടം ഖാദിക്കാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഖാദി തട്ടിപ്പുകാരനാണ്, ഖാദി ആ വഖഫ് സ്വത്ത് നിന്ന് വിഴുങ്ങും എന്ന് പേടിണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ഖാദിമാരും ഒരേ മാതിരി ആവില്ലല്ലോ. അവിടെ ഖാദിക്ക് വിട്ടുകൊടുക്കാതെ ആരെ കയ്യിലാണോ വഖഫ് സ്വത്ത് ഇപ്പോൾ ഉള്ളത് അയാൾക്ക് തന്നെ കൈകാര്യം ചെയ്യുക, അയാൾക്ക് അറിയെങ്കിൽ. അതല്ലെങ്കിൽ ഒരു പണ്ഡിതനെ, ഒരു ഫക്കീഹിനോട്, ഫക്കീഹിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക, ഖാദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഫക്കീഹിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ അയാളോട് ചോദിച്ചിട്ട് അയാൾ പറയുന്ന പോലെ ചെയ്യാം, ഖാദിൻ്റെ കൈ കൊടുക്കണ്ട. ബഹ്സും, ചില പണ്ഡിതന്മാർ ബഹസ് ചെയ്ത് ഒരു ചർച്ചയായി പറഞ്ഞിരിക്കുന്നു, അന്നഹു, തീർച്ചയായും കാര്യം, ലോ ഖശിയ മിനൽ ഖാദി, ഖാദിയുടെ വിഷയത്തിൽ ഒരാൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അഖിലൽ വഖഫി, വഖഫ് സ്വത്ത് അയാൾ ഭക്ഷിക്കുമെന്ന് അഥവാ എടുക്കുമെന്ന്, ലി ജൗരിഹി, കാരണം അയാൾ അക്രമിയായതുകൊണ്ട്. അങ്ങനെ ആകുമ്പോൾ ജാസ ലിമൻ ഹുവ ബി യദിഹി, വഖഫ് ആരുടെ സ്വത്ത് കയ്യിലാണോ ഉള്ളത് അയാൾക്ക് അനുവദനീയമാണ് സർഫുഹു, അതിന് വിനിയോഗിക്കൽ, ഫി മസ്വാരിഫി, വഖഫ് വിനിയോഗിക്കുന്ന സ്ഥലങ്ങളിൽ വിനിയോഗിക്കാവുന്നതാണ്. എപ്പോൾ അതിനറഫ അയാൾക്ക് അത് വിനിയോഗിക്കാൻ അറിയുന്ന ആളാണെങ്കിലും, ഇല്ല അങ്ങനെയല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. ഫവ്വദഹു, ഏൽപ്പിച്ചു കൊടുക്കണം, ലി ഫഖീഹിന്, ഒരു ഉസ്താദിന്, ആരിഫിൻ ബിഹ, മസ്വാരിഫ് അറിയുന്ന, എവിടേക്കാണ് അത് വിനിയോഗിക്കേണ്ടത് എന്നറിയുന്ന. അല്ലെങ്കിൽ പിന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഔസാലുഹു, അല്ലെങ്കിൽ അവരോട് ചോദിക്കണം. ഓ സറഫഹ, എന്നിട്ട് അത് വിനിയോഗിക്കുകയും ചെയ്യണം. ഇനി നാദിറിൻ്റെ ശർത്ത് എന്താ? വഖഫ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ ശർത്ത് എന്താ? അപ്പോൾ ഷർത്തു നാദിരി വാഖിഫൻ ഖാന വൈറുഹു, വഖഫ് ചെയ്യുന്ന ആളായാലും വേണ്ടില്ല, അല്ലാത്ത ആളായാലും വേണ്ടി. ചിലപ്പം വാഖിഫ് തന്നെ ആയിരിക്കും നാദിറും, ഞാൻ വഖഫ് ചെയ്തു പറയും, ഞാൻ തന്നെ മേൽനോട്ടക്കാരെന്ന് പറയും, അപ്പം വാഖിഫ് ആയാലും വേണ്ടി ഇല്ലെങ്കിലും വേണ്ടില്ല. നാദിറിൻ്റെ ശർത്ത് അല്ല എന്തായാലും നീതിമാനായിരിക്കണം, വലിയ ഇഹ്തിദാഇൽ തസ്റുഫി, കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം, അൽ മുഫദ്ദലീഹി, അയാളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട കൈകാര്യം, അല്ലാതെ എല്ലാ കൈകാര്യക്കാരൊക്കെ അറിയില്ലല്ലോ. വഖഫ് എന്ന രീതിയിൽ മേൽനോട്ടത്തിൽ അയാളെ ഏൽപ്പിക്കപ്പെട്ട പണി എന്തോ അതറിയണം. അൽ മുഫദ്ദൽ, ഫബ്ബദാനെ ഏൽപ്പിച്ചു വന്നാൽ. ഇനി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം മേൽനോട്ടക്കാരൻ നിയമിക്കുമെന്ന് പറഞ്ഞാൽ മേൽനോട്ടക്കാരന് കൂലി നിശ്ചയിക്കും ദിവസം 100 റുപ്യ. ആ 100 റുപ്യ ആൾക്ക് വാങ്ങാവുന്നതാണ്. 100 റുപ്യ ആണെങ്കിൽ സാധാരണ കൂലിനേക്കാൾ കൂടുതലായിരിക്കാം, എന്നാൽ പോലും വാങ്ങാവുന്നതാണ്. നാദിർ എന്ന മേൽനോട്ടക്കാരൻ എന്ന രീതിയിൽ വഖഫിൽ നിന്ന് ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് നിബന്ധന വെച്ചാൽ അത് അയാൾക്കുള്ളതാണ്. വജൂസുലിൻ നാദിരി, മേൽനോട്ടക്കാരൻ അനുവദനീയമാണ്. മാ ശരീഅത ലഹു മിനൽ ഉജ്റ, അയാൾക്ക് പറയപ്പെട്ട കൂലി വാങ്ങൽ അനുവദനീയമാണ്. വൈൻ സാദ അലാ ഉജ്റതി മിസ്ലി, സാധാരണ കൂലിയേക്കാൾ കൂടുതലുണ്ടെങ്കിലും. പക്ഷേ മാലമേക്കുന്നിൽ വാഖിഫ്, മേൽനോട്ടക്കാരൻ വാഖിഫാനില്ലെങ്കിൽ, മേൽനോട്ടക്കാരൻ വാഖിഫാണെങ്കിൽ സാധാരണ കൂലിയെ വാങ്ങാൻ പറ്റുള്ളൂ, നിബന്ധന പറയപ്പെട്ട കൂലി, നേരത്തെ നിശ്ചയിക്കപ്പെട്ട കൂലി വാങ്ങാൻ പറ്റില്ല. അപ്പോൾ മേൽനോട്ടക്കാരൻ ഒന്നും പറഞ്ഞില്ല നിൽക്കുക, വാഖിഫ് ഒന്നും പറഞ്ഞില്ല, മേൽനോട്ടക്കാരൻ ഉണ്ടാവുന്നുള്ളത്. മേൽനോട്ടം മുഹമ്മദ് സാഹിബാണെന്ന് പറഞ്ഞു, ആ മേൽനോട്ടം വഹിക്കുന്നതിന് എല്ലാ മാസത്തിനും 5000 റുപ്യ ഉണ്ടാവുമെന്നും പറഞ്ഞു. അവിടെയാണ് ഈ പറയുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലോ, ഫൈലം ഇസ്റത്ത് ലഹു ഷൈഉൻ, മേൽനോട്ടക്കാരന് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഫലാ ഉജർത്തുൻ, അയാൾക്ക് അത് നോക്കി നടത്തുന്നതിന് ഒരു കൂലിയും കിട്ടൂല. പക്ഷേ
അയാൾക്ക് എന്ത് ചെയ്യുക, അതിന് എടുക്കാൻ പറ്റൂല എന്നർത്ഥം. അയാൾക്കുണ്ട് റഫ്മുൽ അംരി, വിഷയം അറിയിക്കലുണ്ട്, ഇലൽ ഹാക്കിമി, ഭരണാധികാരി അറിയിക്കുക, ലിയുഖദ്ദിറ ലഹുൽ അഖല്ല മിൻ നഫഖതിഹി വഉജ്റതി മിസ്ലിഹി, അയാളെ വീട്ടിലെ ചിലവും ഒരു സാധാരണ കൂലിയും എത്ര വരും നോക്കുക, അതിൽ നിന്ന് ഏറ്റവും കുറവ് ഏതാണ് വരുന്നത്, അങ്ങനത്തെ ഒരു ശമ്പളം അയാൾക്ക് നിശ്ചയിച്ചു കൊടുക്കുക. പക്ഷെ സ്വന്തം എടുക്കാൻ പറ്റൂല, വഖഫ് സ്വത്ത് നിന്ന് കാതി നിശ്ചയിച്ചു കൊടുക്കണം, ഭരണാധികാരി നിശ്ചയിച്ചു കൊടുക്കണം. ലിയുഖദ്ദിറ ലഹു, അയാൾക്ക് നിശ്ചയിച്ചു കൊടുക്കാൻ വേണ്ടി അല്ല അക്കല്ല കുറവ് ഏതെന്ന്, അയാളെ ചിലവും അയാളെ പോലെയുള്ള ആൾക്കാരുടെ കൂലിയും, ഇതിൽ നിന്ന് ഏറ്റവും കുറവ് ഏതാണോ വരുന്നത്. ഒരു വീട്ടിൽ 500 റുപ്യ കൂലി ചിലവ് വരുന്നുള്ളൂ, 1000 റുപ്യ കൂലി ഉണ്ടെങ്കിൽ 500 റുപ്യ നിശ്ചയിച്ചു കൊടുക്കുക. ഇതാണ് പ്രബലം. എന്നാൽ ഇബ്നു സബ്ബാഗ് റഹിമഹുല്ലാഹ് നൽകിയ ഫത്വ പ്രകാരം അതിൻ്റെ ഇസ്തിഖ്ലാലു ബിദാലിക മിൻ ഗൈരി ഹാക്കിമിൻ, ഭരണാധികാരിനോടൊന്നും ചോദിക്കാതെ ഇസ്തിഖ്ലാലു സ്വയം ചെയ്യാവുന്നതാണ്. ഇസ്തിഖ്ലാൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. അപ്പം വഖഫിൻ്റെ മേൽനോട്ടക്കാരൻ്റെ നിബന്ധന അയാൾ നീതിമാനാകണമെന്നതാണ്. അപ്പോൾ ബിൽ ഫിസ്ഖി, അയാൾ അനീതി കാണിച്ചാൽ, അക്രമം കാണിച്ചാൽ, വൈകേട് കാണിച്ചാൽ മേൽനോട്ടക്കാരൻ അസ്ലാവും, അയാൾ സ്വയം അധികാരം നഷ്ടപ്പെട്ടവനാകും. ഫേക്കൂൻ നദുറുൽ ഹാക്കിം, അപ്പോൾ പിന്നെ മേൽനോട്ടം ആർക്കായിരിക്കും, ഭരണാധികാരിക്കായിരിക്കും. വലിൽ വാഖിഫി, വഖഫ് ചെയ്ത വ്യക്തിക്ക് പറ്റും അസ്ലുമൻ വല്ലാഹു, അയാൾ ഏൽപ്പിച്ചയാളെ പിരിച്ചുവിടാം, നസ്ബു ഗൈരിഹി, മറ്റൊരാളെ അവിടെ നിയമിക്കുകയും ചെയ്യാം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വഖഫ് ചെയ്ത സമയത്ത് നിശ്ചയിക്കപ്പെട്ട ആളെ പിരിച്ചിടാൻ പറ്റില്ല. വഖഫ് ചെയ്യപ്പെട്ട സമയത്ത് ആരെയും പറഞ്ഞിട്ടൊന്നുമില്ല, പിന്നീട് നിയമിച്ച ആളെന്ത് ചെയ്യുക, പിരിച്ചിടാം. അതാണ് ഇല്ലായിൻ ഷർത്തൻ നദറഹു അല വഖഫി, വഖഫിൻ്റെ സന്ദർഭത്തിൽ മേൽനോട്ടം ഉണ്ട് എന്ന് നിബന്ധന പറഞ്ഞാലൊഴികെ. വഖഫിൻ്റെ സന്ദർഭത്തിൽ ഒരു വ്യക്തിക്കായിരിക്കും നിബന്ധന മേൽനോട്ടം എന്ന് പറഞ്ഞാലൊഴികെ, അയാൾ പിരിച്ചിടാൻ പറ്റില്ല. അല്ലാതെ ഇയാളിങ്ങനെ നോക്കി നടത്തിയിരിക്കെ ഒരാളെന്താക്കി നിയമിച്ചു, അയാൾ പിരിച്ചിടാം. വലിൽ വാഖിഫി, വാഖിഫിന് അനുവദനീയമാണ് അസുലുമൻ വല്ലാഹു, വല്ലാന്നാണ് ഏൽപ്പിച്ചു, അധികാരം ഏൽപ്പിച്ചയാളെ പിരിച്ചുവിടുകയും നസ്ബു കൈരി, മറ്റൊരാൾ നിയമിക്കുകയും ചെയ്യാം. പക്ഷെ എപ്പോൾ പറ്റില്ല, ഇല്ലായിൻ ഷറത്തൻ നദറുഹു ശുരിത്തൻ നദറുഹു, മേൽനോട്ടം അയാൾക്കായിരിക്കുമെന്ന് നിബന്ധന പറഞ്ഞാലോചിക്കെ. എപ്പോൾ നിബന്ധന പറഞ്ഞു, വഖഫിൻ്റെ സന്ദർഭത്തിൽ. വഖഫിൻ്റെ മേൽനോട്ടക്കാരൻ നാദിർ എന്ന് പറയാം. ഈ വഖഫിൻ്റെ അവകാശം, ഒരു കിതാബ് വഖഫ് ചെയ്യപ്പെട്ട കേസാണ്, സംഭവമാണ്. അപ്പോൾ ഈ കിതാബിൻ്റെ അവകാശികളുണ്ടല്ലോ, അവർ മേൽനോട്ടക്കാരനോട് പറഞ്ഞു, നമുക്ക് ഇതിൽ നിന്നൊരു കോപ്പി എഴുതിയെടുക്കണം, ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിന് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഫോട്ടോസ്റ്റാറ്റൊന്നും എടുക്കണ്ട എന്ന് പറയാൻ അയാൾക്ക് അധികാരമില്ല. ലഹു തലബൽ മുസ്തഹിഖൂന, അവകാശികൾ ആവശ്യപ്പെട്ടു മിനൻ നാദിരി, മേൽനോട്ടക്കാരനോട് വഖഫിൻ്റെ കിതാബ് യക്തുബു മിനുഹു നുസ്ഖത്തൻ, ഒരു പകർപ്പ് അതിൽ നിന്ന് എഴുതിയെടുക്കാൻ വേണ്ടി, ഹിഫ്ളൻ ലിസ്തിഹഖാഖിഹിം, അവരുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി. കുറേ കഴിയുമ്പോൾ കിതാബൊക്കെ കേടുവരൂലേ. ലസിമഹു തംകീനുഹും, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്. കമാ അഫ്താബിഹി ബഅദുഹും, പണ്ഡിതന്മാർ ഫത്വ നൽകിയത് പ്രകാരം. ഒരു സാധനത്തിൻ്റെ വഖഫിനെ കുറിച്ച് എഴുതപ്പെട്ടതിൻ്റെ പേരാണ് കിതാബുൽ വഖഫ് എന്നല്ലാതെ ലൈബ്രറീനെ കുറിച്ചല്ല കേട്ടോ. വഖഫിൻ്റെ കിതാബ് എന്ന് പറഞ്ഞാൽ വഖഫുമായി ബന്ധപ്പെട്ട രേഖ, ഗവൺമെൻറ്റിലോ മറ്റോ ഒക്കെ ഉണ്ടാവില്ലേ രേഖ, ഇന്ന അവകാശികൾക്കാണ് എന്ന് പറയുന്ന ആ രേഖയല്ലേ കിതാബ്, വഖഫിൻ്റെ രേഖ. അല്ലാ, കിതാബ് എന്ന് അർത്ഥം വെച്ചു ഇല്ലേ, വഖഫിൻ്റെ കിതാബ് എന്നല്ലേ, ഇനി കിതാബുൽ മൗഖൂഫ് എന്നാ പറയാം. ശരി. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم ارزقنا علما نافعا وإيمانا كاملا ويقينا صادقا وجعلنا من عباد الله الصالحين يا رب العالمين. السلام عليكم ورحمة الله.